കലണ്ടർ മാറുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കലണ്ടർ മാറ്റാൻ കാശ് കൊടുത്ത് വാങ്ങി മാറ്റാം. കൊല്ലം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും കൊല്ലം മാറിപ്പോകും. പണ്ടൊരു ചരിത്രത്തില് അറബിക്കിൽ പറയാണ് അവർ 300 വർഷം ഒരു ഗുഹയിൽ താമസിച്ചു എന്നാ. പിന്നെ 9 വർഷം 309 വർഷം താമസിച്ചു. ഉറങ്ങിപ്പോയത്. എന്നിട്ട് അവർ ഉണരുകയാണ്. എന്നിട്ട് ഉണർന്നിട്ട് പുറത്തേക്ക്, ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരാളെ, കൂട്ടത്തിലുള്ള ഒരാളെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വിടുക. സോ ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമസ്കാരം. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോസ്റ്റർ. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറത്തേക്ക് ആളെ വിട്ടതിന് ശേഷം ആള് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് അവരെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അസ്വാഭാവികമായിട്ട് ഷോപ്പിലുള്ള ആളുകൾ, സാധനം വിൽക്കുന്ന ആളുകൾ ഈ വാങ്ങാൻ വന്ന ആളെ നോക്കുന്ന ഒരു സീനുണ്ട്. ഇത് 200-300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വലിയ അക്രമിയായ ഒരു രാജാവിന്റെ കാലത്തുള്ള നാണയമാണല്ലോ ഇത്. ഇപ്പോഴത്തെ നാണയമല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിച്ച് വളരെ പാത്തും പതുങ്ങിയും പോയ ആളാണ് അദ്ദേഹം. കാരണം ഈ രാജാവിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയാൽ അവരെ ആക്രമിക്കുമെന്നുള്ള പേടിയോടുകൂടി, ബേജാറോടുകൂടി പോയ മനുഷ്യനാണ്. തിരിച്ചു വന്നിട്ട് നമ്മൾ 300 വർഷം മുമ്പുള്ള പൈസയാണ് ഉപയോഗിക്കുന്നതെന്ന് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുന്ന അവസ്ഥയും, ഇത്രയും കാലം നമ്മൾ ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കലണ്ടറും വർഷവും ഒക്കെ ഇങ്ങനെ പോയി. ഏതായാലും വേദഗ്രന്ഥം വളരെ ശക്തമായി ആ കഥ വിവരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞത്, വർഷം വിഷു വരും, വർഷം വരും, കാലം കഴിഞ്ഞു പോകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. ഗോള് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഫോക്കസ് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ചേഞ്ചാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം, എളുപ്പത്തിൽ വർഷവും ദിവസവും ഒക്കെ കഴിഞ്ഞു പോകും. പക്ഷെ ചേഞ്ച് മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലോ കാലങ്ങളിലോ ഒന്നും വലിയ കാര്യമില്ല. കാരണം അത് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കാലം ജീവിച്ച് തീർക്കട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് ഞാനുള്ള കാലം ഞാൻ ജീവിച്ചതായി കാണിക്കട്ടെ എന്നുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിലവിലുള്ള എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ജീവിച്ചതിന് തെളിവ് അവശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലീവ് ബിഹൈൻഡ് ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് ഒരു ഗോള് നമുക്ക് ശരിക്കും ഡിഫൈൻഡ് ആവുന്നത്. ആൻഡ്രോയിഡ് നോക്കിയയുടെ അടുത്ത് പോയും, നോക്കിയ വലിയ അന്നത്തെ കാലത്ത് മികച്ച ഫോണാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒരു സ്മാർട്ട് ഫോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വല്ലാതൊന്നും ആലോചിക്കാതെ നോക്കിയ ആൻഡ്രോയിഡിനെ റിജക്റ്റ് ചെയ്തത് ഒരു ചരിത്ര സംഭവമാണ്. അതേപോലെ തന്നെയാണ് റഹ്മാൻ ഖാനൊക്കെ പറയുമ്പോൾ ഓർമ്മയുണ്ടാവും, മർഫി റേഡിയോ കമ്പനിയും ഫിലിപ്സിന്റെ റേഡിയോ ഒരേ സമയം ഇന്ത്യയിലുണ്ടായിരുന്നു. ആ ഫിലിപ്സ് റേഡിയോയും മർഫി റേഡിയോയും ടെലിവിഷൻ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നടത്തിയ റിസർച്ചിൽ, മർഫി കമ്പനിയുടെ റിസർച്ച് ഇന്ത്യയിൽ 5 ടെലിവിഷന്റെ സാധ്യത കാണുന്നുണ്ട്, 4 മെട്രോപൊളിറ്റൻ സിറ്റിയിലും ഒരു പാർലമെന്റിലൊന്നും മൊത്തം. ഫിലിപ്സ് പറഞ്ഞു, ഇനിയുള്ള കാലത്തെ ആളുകൾ കേട്ടത് മാത്രമല്ല കണ്ട് വാർത്ത കാണാൻ ഇഷ്ടപ്പെടും, അതുകൊണ്ട് അതിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫിലിപ്സ് ടെലിവിഷൻ രംഗത്തേക്ക് ഇറങ്ങുകയും മർഫി 5 ടെലിവിഷന്റെ സ്കോപ്പ് ആയതുകൊണ്ട് ടെലിവിഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത് ഇന്ന് മർഫി എന്നുള്ള പേര് ഈ ഓഡിയോ കേൾക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് ആർക്കും ഓർക്കാൻ പോലും
ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പൂർണ്ണമായി തീർന്നുപോയി. റഹ്മാൻ ഖാൻ അങ്ങനെ തന്നെയല്ലേ മർഫീൻ്റെ ഒപ്പം? റൈറ്റ്. ഫിലിപ്സ് ടെലിവിഷനിലേക്ക് വരികയും ഫിലിപ്സ് ടെലിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ പറയുന്നത് ഈ ചേഞ്ചിനെ സ്വീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നോക്കിയ ഇന്ന് സ്മാർട്ട് ഫോണുകളായിട്ട് പിന്നീട് ദശാബ്ദങ്ങൾക്ക് ഇപ്പുറം വീണ്ടും സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാവും തീരുമാനിച്ചു. പക്ഷെ അവർക്ക് വിപണിയിൽ ഒരു ഒരു സ്കോപ്പും ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ HMD അവരെ ടേക്ക് ഓവർ ചെയ്യേണ്ട അവസ്ഥ, ഫിൻലൻഡിലെ മറ്റൊരു കമ്പനീനെ അവരെ എടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ചേഞ്ച് ചെയ്യേണ്ട സമയത്ത്, ചേഞ്ച് ആവേണ്ട സമയത്ത് ചേഞ്ചിനോട് മുഖം തിരിയുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഒരു സാധ്യതയില്ലാതാവും. കൊഡാക്കിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, കോണിക്കയുടെ ഒക്കെ. അവർക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത വിധം ക്യാമറകളുടെ കാലം സാക്ഷാൽ സ്മാർട്ട് ഫോണുകൾ അപഹരിച്ചപ്പോൾ ചിത്രത്തിൽ നിന്ന് പുറത്തു പോയി. നമ്മുടെ നാട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലൊരു ഉദാഹരണമാണ്. DTP എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പ് പ്രിന്റിംഗ് ടെക്നിക് പഠിക്കാൻ കുട്ടികൾ പോകാൻ തുടങ്ങിയതോടുകൂടി റിയൽ ടൈപ്പിംഗ് മെഷീൻസൊക്കെ, ടൈപ്പിംഗ് സെന്ററുകളൊക്കെ പൊടി പിടിച്ച് പോയത്. അപ്പം ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇന്നവിറ്റബിൾ ആണ്, പ്രാധാന്യമുള്ളതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളതിന് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതിൻ്റെ പത്രത്തിൻ്റെ കട്ടിങ് ഗൂഗിൾ ഡ്രൈവിലുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വരുന്നതിന് ജില്ലയിൽ കലക്ടറേറ്റിന് മുമ്പിൽ ശയന പ്രദക്ഷിണം നടത്തിയിട്ട് സമരം നടത്തിയ ആളുകൾ വിമാനം നിലത്തിറക്കുകയും കപ്പലുകൾ നിർത്തിയെടുത്ത് ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്ത് ദൈവമായിട്ട് 2 വർഷം മുമ്പ് ചെയ്തപ്പോൾ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോണിൽ നെക്കി യൂട്യൂബും കണ്ട് പഠിച്ച് 2 വർഷം കൊണ്ട് എല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കണ്ണടയൊക്കെ വെച്ച അന്ന് ശയനം പ്രദക്ഷിണം ചെയ്ത ആളുകളൊക്കെ ഇന്ന് അതേ സ്മാർട്ട് ഫോണിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടിമകളായി മാറി. എന്താ കാരണം? ചേഞ്ച് ഞാൻ ചെയ്യില്ല, ഈ ചേഞ്ച് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അത്ര രൂക്ഷമായ സമരത്തിന് ഏർപ്പെട്ട ആളുകൾ പോലും അതിന് കീഴൊതുങ്ങിയാണ് ചെയ്തത് അവസാനം. അപ്പം എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, ഞാൻ കീഴടങ്ങിയേക്കാം എന്ന് കൂട്ടം കൂടി ഇരുട്ടത്ത് വളഞ്ഞു വന്ന നാട്ടുകാരുടെ മുമ്പിൽ കള്ളൻ കീഴടങ്ങുന്നത് പോലെ ഒന്നിനും പറ്റാതെ നിസ്സഹായനായി വൃദ്ധനായി കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് ചിന്തിക്കാൻ സാധിക്കുന്ന യൗവനമുള്ള ഈ മനസ്സുകൊണ്ട് ആ സമയത്ത് ബോധപൂർവം ഉൾക്കൊണ്ടുകൊണ്ട് കീഴടങ്ങുന്നതാണ്. അങ്ങനെ ഒരു വിധി ആവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഓറഞ്ച് ആപ്പിൾ അറിവില്ലായ്മയാണ് എൻ്റെ ശത്രു എന്നുള്ള ഈ സീരീസിലൂടെ നമ്മളിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ചേഞ്ച് ചെയ്തേ പറ്റൂ എന്നുള്ളതിന് മറച്ചു വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് മൂടി വെച്ചത് കൊണ്ടോ കണ്ണടച്ചത് കൊണ്ടോ ഇരുട്ടാക്കാനോ, കണ്ണടച്ച് പാല് കുടിക്കുന്നവരെ പൂവച്ച മറ്റുള്ളവർ കാണില്ല എന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും ജീവിച്ചിട്ട് വലിയ അത്ഭുതങ്ങളൊന്നും സ്വന്തം ജീവിതത്തിൽ എന്തായാലും സംഭവിക്കില്ല. അപ്പൊ കൃത്യമായ പ്ലാനുകളിലേക്ക്, ഗോളുകളിലേക്ക് തയ്യാറായി മികച്ച ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇന്നലെ പറഞ്ഞതുപോലെ വായ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളിലൊന്ന്, ഞാൻ അകത്തേക്ക് കഴിക്കുന്ന സാധനം എനിക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. 2, ഞാൻ പുറത്തേക്ക് പറയുന്ന സാധനങ്ങൾ എനിക്ക് പറ്റിപ്പോവോ, എനിക്ക് അത് അബദ്ധമായി പോകുമോ എന്നതിനെക്കുറിച്ച്. അപ്പോൾ 2ഉം നമ്മളെ വളർത്താനും 2ഉം നമ്മളെ തളർത്താനും സാധിക്കും. 2ആയിരുന്നാലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. രക്ഷിക്കട്ടെ ദൈവം എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless and thank you so much. Love you all.